ഗായ്സ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി വേറെ മറ്റൊന്നുമല്ല, ചിക്കൻ ലിവറാണ്. അപ്പോൾ ചിക്കൻ ലിവർ നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാൻ പറ്റും. ചിക്കൻ ലിവർ ഫ്രൈ ആയിട്ട് ഉണ്ടാക്കാം, ചിക്കൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാം, ചിക്കൻ ലിവർ കറി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ലിവർ ഫ്രൈ ആണ്. ആൻഡ് ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. വളരെ കുറച്ച് സ്പൈസസും ഇൻഗ്രീഡിയൻസും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച് ടൈം മാത്രമേ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ചിക്കൻ ലിവർ റോസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഞാൻ ആദ്യം തന്നെ 1/2 കിലോഗ്രാം ചിക്കൻ്റെ ലിവർ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, 2 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റാം. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് ചതച്ചത്. പിന്നെ വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. തക്കാളി നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ ഞാനൊരു മീഡിയം സവാള ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മല്ലിപ്പൊടി. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ ചില്ലി പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്ത് ഹാഫ് യൂസ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലിവറിൻ്റെ എല്ലാ ഭാഗത്തും അത് പിടിക്കണം. ഓക്കെ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മളിത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊട്ടിത്തെറിച്ച പോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ തീ ഭയങ്കര ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം പയ്യെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ലിഡ് കൊണ്ട് ഇതിന് മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ഈ പൊട്ടിത്തെറിക്കുന്നത് ഒഴിവാക്കാം. അപ്പം ഞാൻ ചിക്കൻ്റെ ലിവർ നന്നായി ഫ്രൈ ആയതിനു ശേഷം ഞാൻ ചിക്കൻ്റെ ലിവറിനടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഞാൻ ആ എണ്ണ തന്നെയാണ് സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ബിക്കോസ് അതിനകത്ത് മസാലയുടെയൊക്കെ തരികളുണ്ടാവും. അപ്പോൾ അത് പിന്നെ വീണ്ടും ചൂടാക്കുമ്പോൾ കരിയും. അപ്പോൾ ആ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറിയതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. അത് വഴണ്ട് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ആ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും എടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കൂടെ നന്നായി സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ സവാള ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. സവാളയെ നന്നായിട്ട് വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കൈ മാറാതെ അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ചട്ടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സവാള വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാനിതിൽ നേരത്തെ പറഞ്ഞ പോലെ തക്കാളിയും ക്രഷ് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഗരം മസാല ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തു. വേറെ മസാലാസ് ഒന്നും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കില്ല. ആഡ് ചെയ്ത് അത് നന്നായിട്ട് വഴണ്ട് വരുന്നപ്പോഴത്തേക്കും നമ്മൾ മാറ്റി വെച്ചിരുന്ന ലിവർ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മിക്സ് ചെയ്യുമ്പോൾ പൊടിക്കാതെ മിക്സ് ചെയ്യുക. കാരണം ലിവർ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പൊടിഞ്ഞു പോയാൽ ഭംഗിയും കാണില്ല. പിന്നെ അതിൻ്റെ ടേസ്റ്റും ഒരു പൊടിഞ്ഞ് കഴിയുമ്പോൾ ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ നിറം മാറി വന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിറം മാറി വരുന്നവരെ, നന്നായി മൊരിഞ്ഞ് വരുന്നവരെ നമ്മളിങ്ങനെ പയ്യെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിന് കുറച്ച് നല്ല ഫ്ലേവറും നല്ലൊരു നിറവും കൊടുക്കും. അപ്പോൾ നമ്മൾ എരിവും അധികം യൂസ് ചെയ്തിട്ടില്ലല്ലോ. ഫൈനൽ ലുക്കാണിത്. നമ്മളെല്ലാം ചെയ്തു വന്നപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പെപ്പർ ഫ്രൈ ഉണ്ടായിരുന്നത്. ആൻഡ് ഇതിൻ്റെ ടേസ്റ്റ് വാസ് യം. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.